ഹലോ ഗായ്സ്, വെൽക്കം ടു എ മൂവി ഡേ. ഇന്ന് ഞാനും ചേച്ചി അച്ഛനും കൂടിയിട്ട് ദൃശ്യം 3 മൂവി കാണാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ. ഇറങ്ങി 2 ദിവസത്തിനകം ഞാൻ കണ്ട്. അങ്ങനെ ഫസ്റ്റ് ഹാഫായി. അത് കഴിയുമ്പോൾ നമ്മൾ തിയേറ്ററിൽ പോകുന്ന സിനിമ കാണാൻ വേണ്ടി മാത്രമല്ല, ഞമ്മിനും കൂടി വേണ്ടിയിട്ടാണ്. ഞാൻ ഐസ്ക്രീമും ചേച്ചി പോപ്കോണും ജ്യൂസും വാങ്ങി അവളുടെ പോപ്കോണിൽ നിന്ന് ഞാൻ കൈയിട്ട് വരുത്തിരും. അതാണല്ലോ അതിൻ്റെ ഒരു ശരി. ഞാൻ ഇപ്പോൾ ദൃശ്യം 3 കണ്ട് വീട്ടിലെത്തിയിരിക്കുകയാണ്. എനിക്ക് കാറിനകത്തിരുന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം കുറച്ച് പ്രശ്നം അവിടെ സംഭവിച്ചു. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. പടത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ എനിക്കങ്ങനെ റിവ്യൂ പറയാനൊന്നും അറിയില്ല, എന്നാലും ഞാൻ പറയാം. കിടിലം മൂവി. ഞാൻ ഒത്തിരി റിവ്യൂസ് കേട്ടായിരുന്നു. അങ്ങനെ എൻ്റെ മനസ്സിലൊരു ഇതുണ്ടായിരുന്നു, ഈ മൂവി ഇത്ര അടിപൊളിയായിരിക്കും. ഞാൻ ദൃശ്യം 1ഉം ദൃശ്യം 2ഉം കണ്ടില്ലായിരുന്നു. അപ്പോൾ ഇന്നലെ ഇരുന്ന് ദൃശ്യം 1ഉം കണ്ടു, ഇന്ന് രാവിലെ ഇരുന്ന് ദൃശ്യം 2ഉം കണ്ടു. അപ്പോൾ ഞാൻ May 23 എന്നാണ് കേട്ടോ സിനിമ കാണാൻ പോയത്. അപ്പോൾ ഞാൻ 2 ദിവസം കൊണ്ട് ഒത്തിരി റിവ്യൂസ് കേട്ടു, ഒത്തിരി എന്നാലും അത്യാവശ്യം കേട്ടുണ്ടായത്. അപ്പോൾ ഒക്കെ അവർ പറയുന്ന കേട്ടപ്പോൾ അവർ ആ എക്സ്പ്രഷൻ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലൊരു ഇതുണ്ട്, ഓക്കെ മൂവി ഇത്ര ഇതായിരിക്കുമെന്ന്. അങ്ങനെ ആ ഒരു ഹൈപ്പോടെ ഞാൻ പോയി കണ്ടതാണ്. എൻ്റെ ഹൈപ്പിനെക്കാളും ഡബിളാണ് മൂവി. എനിക്കൊന്നും പറയാനില്ല. ഞാൻ എന്ത് പറയാൻ, എനിക്ക് ചില സമയം കണ്ടുകൊണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ബ്ലാങ്ക് ആയിപ്പോയി. ഫസ്റ്റ് ഹാഫ് എനിക്ക് അങ്ങോട്ട് കുറച്ച് ലാഗ് പോലെ തോന്നി, എനിക്ക് എന്താ അറിയില്ല, കുറച്ച് തോന്നി. പക്ഷേ സെക്കൻഡ് ഹാഫ് ഇടയ്ക്ക് ഞാൻ ബ്ലാങ്ക് ഔട്ട് ആയിപ്പോയി. ഞാൻ ചേച്ചിയോട് എന്താടി സംഭവിച്ചത്, ഇടയ്ക്ക് ഭയങ്കര ബ്ലാങ്ക് ഔട്ട് ആയിപ്പോയി. പിന്നെ സെക്കൻഡ് ഹാഫ് തൊട്ട് പിന്നെ നമ്മൾ കണ്ണൊന്ന് അടച്ച് തുറക്കുമ്പോൾ ഓരോരോ ട്വിസ്റ്റാണ്. സെക്കൻഡ് ഹാഫ് തൊട്ട് കണ്ണ് നമ്മൾ ഫുൾ അതിൽ ഇതായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുക, അല്ലെങ്കിൽ മൊത്തം പോവും. അപ്പം മൂവി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്നും പറയില്ല, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മൂവിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും പോയി തിയേറ്ററിൽ പോയി. ഓക്കെ, ബൈ.